കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദ മന്ത് ഓഫ് യങ് ജനറേഷനിൽ അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന പ്രത്യേക നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പൗവിഷനിൽ കൂടെ ഒരിക്കൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിച്ച് നിർത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്ക് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഞങ്ങൾ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് IPC ചർച്ചിൻ്റെ ശുശ്രൂഷകനായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ജർമ്മനിയുടെ ഉണർവിന് വേണ്ടി കർത്താവ് ഞങ്ങളെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വിലപ്പെട്ട പ്രാർത്ഥനകൾ ജർമ്മനിക്ക് വേണ്ടി ചോദിക്കുന്നു. നമുക്കൊരുമിച്ച് വലിയൊരു ഉണർവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നിലകൊള്ളാം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മളോട് ഇടപെടുന്ന നിമിഷങ്ങളാക്കി ഈ നിമിഷങ്ങളെ മാറ്റട്ടെ. ആത്മാവിലുള്ള ദൈവ നിയോഗങ്ങളെ ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി ഒരുവൻ്റെ മേൽ ഉണ്ടെങ്കിൽ ആ പദ്ധതിയിലേക്ക് അവൻ കയറി നിൽക്കത്തക്കവണ്ണം വളരെ ഉത്സാഹത്തോടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വചനത്തിൻ്റെ വെളിപ്പാട് പറയാം. പത്രോസിനോട് കർത്താവ് കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു വരാൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയുള്ള പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ ഈ കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു മുന്നോട്ട് വരുമ്പോൾ കാറ്റുകൾ, കോളുകൾ, കടലിളകി വരുന്ന വിഷയങ്ങൾ കണ്ടിട്ട് അവൻ വളരെയധികം ഭയപ്പെടുകയാണ്. ദൈവ പദ്ധതിയുള്ളതിനെ പിശാച് കാലെ പിടിച്ച് കടലിൻ്റെ താഴേക്ക് വലിക്കുമ്പോൾ നാഥാ എന്നെ രക്ഷിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് വലങ്കരം നീട്ടിയ പത്രോസിൻ്റെ വലങ്കരത്തിൽ പിടിച്ച കർത്താവ് എന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ കരത്തിൽ പിടിക്കുകയാണ്. പിശാചിൻ്റെ പിടിവിടുന്ന ഒരു പകലായി പകൽ മാറട്ടെ. കർത്താവിൻ്റെ കരത്തിൽ പിടിക്കുന്ന ഒരു പകലായി ഈ പകൽ മാറട്ടെ. കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചാൽ എന്താണ് ഗുണമുള്ളത്? കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചാൽ ഒരു മനുഷ്യൻ്റെ കരത്തിൽ പിടിക്കുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചാൽ അവൻ ഏതറ്റം വരെ ഉയർത്തുമെന്ന് ലോകത്തിൽ ആർക്കും പ്രവചിച്ചു പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് നമ്മളെ ഉയർത്തി മാനിക്കും. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ കർത്താവ് നമ്മുടെ തലയെ ഉയർത്തും. പുതിയ എണ്ണ നമ്മുടെ തലയിൽ തേപ്പിക്കും. ദൈവം ഒരുത്തനെ ഉയർത്തുന്നത് എത്ര കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമെന്ന് ശത്രു വിധി എഴുതിയോ അതേ സ്ഥാനത്ത് കർത്താവ് കൈ പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആലോചന പറയട്ടെ. നിന്റെ കരത്തെ കർത്താവ് പിടിച്ചുയർത്താൻ തുടങ്ങിയാൽ ആർക്കും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. ഒരു ഇരുളിൻ്റെ ശക്തികൾക്കും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. ഒരു ഭയത്തിനും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. ഒരു നിരാശകൾക്കും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. കാര്യം നിന്നെ കരം പിടിച്ചുയർത്തുന്നത് യേശു കർത്താവാകിയാൽ ആ കരത്തിലേക്ക് നോക്കി എന്നെ ഒന്ന് രക്ഷിക്കണമേ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കരത്തിൽ കർത്താവ് ഇന്ന് പകലിൽ പിടിക്കുമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആലോചന വിളിച്ചു പറയുകയാണ്. ഈ പകലത്തെ അല്പനേരത്തെ ധ്യാനത്തിനായി ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എൻ്റെ ആത്മാവിലേക്ക് ഇട്ടുതന്ന ഒരു ശക്തമായ ദൂത് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഈ മാസം ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യാൻ പോകുകയാണ്. പ്രത്യേകാൽ ദൈവത്തിനു വേണ്ടി വളരെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. പുതിയ വഴികൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ വഴികൾ തുറക്കാൻ പോകുക. ഞാൻ പ്രോഫറ്റിക്കൽ അനോയിൻറ്റിങ്ങോടൊരു ദൂത് പറയട്ടെ. ചെങ്കടലിൽ വഴി തുറക്കാൻ കഴിവുള്ളവനാ നമ്മുടെ ദൈവം. അഖിലാണ്ടങ്ങളുടെ ഉടയവൻ, സകലത്തെയും വിളിച്ചു വരുത്താൻ കഴിവുള്ളവൻ. മരിച്ചതിനെ ജീവിപ്പിക്കാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താനും കഴിവുള്ളവനാ നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അത്ഭുത മന്ത്രിയായവൻ, വീരനാം ദൈവമായവൻ, നിത്യ പിതാവായവൻ, സമാധാനത്തിൻ്റെ പ്രഭുവായ
ശത്രുവായവൻ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾ ആമേൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വളരെ ശക്തമായി ആമേൻ സ്തോത്രം തൻ്റെ ജനത്തോട് കൈമാറാൻ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായ ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആമേൻ മറഞ്ഞു കിടക്കുന്ന ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ ഈ വചന ശുശ്രൂഷയിൽ വിശ്വസിച്ചതൊന്ന് റിസീവ് ചെയ്യുവാൻ താല്പര്യമുണ്ട്? അവൻ മറഞ്ഞു കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഒരു വചന വെളിപ്പാട് പറഞ്ഞ് ഈ വചനത്തിൻ്റെ ആഴമായ സന്ദേശത്തിലേക്ക് നമുക്ക് കയറാം. ആമേൻ, സ്തോത്രം. ആമേൻ, 10 ദ്രഹ്മ കയ്യിലുള്ള ഒരു സഹോദരി തൻ്റെ കയ്യിലിരുന്ന 1 ദ്രഹ്മം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആമേൻ സ്തോത്രം അവൾ വീട് അടിച്ചു വാരി വിളക്ക് കത്തിച്ച് ആമേൻ ആ ഇരുട്ട് മാറ്റിയിട്ട് എവിടെയാണോ ആ ദ്രഹ്മം നഷ്ടപ്പെട്ടത് അത് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് അവൾ ആനന്ദത്തോടെ സന്തോഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 100 ആടുകളുള്ള ഒരു ഇടയൻ, അതിലെ 1 നഷ്ടപ്പെട്ടപ്പോൾ ആമേൻ 99 എണ്ണത്തെയും വിട്ടിട്ട് ഒരെണ്ണത്തെ നോക്കി പോയ ആ നല്ല ഇടയൻ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താൻ തക്കവണ്ണം ദൈവാത്മാവ് ഇന്ന് പകലിൽ ഈ വചന ശുശ്രൂഷയിൽ കൂടെ നമ്മളോട് ഇടപെടുകയാണ്. ആമേൻ, സ്തോത്രം. ഒരു അപ്പന് 2 മക്കളുണ്ട്. അതിലെ ഒരുത്തൻ അപ്പനെ വിട്ട് ആമേൻ സകല നന്മകളും വാങ്ങിച്ച് ദൂരദേശത്തേക്ക് കടന്നുപോയി. അവിടെ അവൻ ആമേൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു തുടങ്ങിയപ്പോൾ ആമേൻ സ്തോത്രം ഒരു ദിവസം ആ ദേശത്ത് ക്ഷാമം വർദ്ധിച്ചു വന്നപ്പോൾ ആ ക്ഷാമത്തിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലുള്ള പ്രയാസം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ പന്നി കഴിക്കുന്ന ഈ ആഹാരം കഴിക്കുന്ന തലത്തിലേക്ക് അവൻ താണുപോയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം കടന്നു വന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അനേകർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകും. ആമേൻ, ഈ പകലിലും കർത്താവിൻ്റെ ശക്തമായ ആലോചന. ആമേൻ, ആദിമ കാലഘട്ടം തുടങ്ങി പ്രവാചകന്മാർ ശക്തമായി ദൈവത്തിൻ്റെ ജനത്തോട് വിളിച്ചു പറയുന്ന, സർവ്വലോകത്തോടും വിളിച്ചു പറയുന്ന ശക്തമായ സന്ദേശം. ദൈവത്തിങ്കലേക്ക് ഏതു വ്യക്തി മടങ്ങി വരുമോ, ദൈവത്തിങ്കലേക്ക് ഏത് സമൂഹം മടങ്ങി വരുമോ അവിടെ നഷ്ടപ്പെട്ടത് തിരികെ വരുവാനിടയായി തീരും. ഈ പകലിൽ എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ ഈ വചന ശുശ്രൂഷയിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. നിന്നെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു ദൈവം. നീ എവിടെയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടതിനെ ഇന്ന് പകലിൽ പ്രവാചകന്മാർ ഒരുമിച്ച് ചേർന്ന് യോർദാൻ നദിയിൽ ചെന്ന് ആമേൻ നദീ തീരത്ത് വലിയ വലിയ വൃക്ഷങ്ങൾ അവർ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകന്റെ കോടാലി ഒരു വെള്ളത്തിൽ പോയി. അവൻ കരഞ്ഞോണ്ടിരിക്കുക. അവൻ നോക്കുമ്പോൾ പലരും വെട്ടുന്നുണ്ട്, പലരുടെയും കയ്യിൽ ആമേ കോടാലിയുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിനകത്ത് മാത്രം ആ കോടാലി ഇല്ല, അത് വെള്ളത്തിൽ പോയി. പ്രവാചകൻ ചോദിക്കുന്നത് എവിടെയാ വീണത്, എവിടെയാ നഷ്ടപ്പെട്ടത്? ആമേൻ സ്തോത്രം. ആമേൻ, ആ ദാസൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇന്ന സ്ഥലത്താണ് ആമേൻ സ്തോത്രം നഷ്ടപ്പെട്ടത്. ഒരു കോൽ വെട്ടി അവിടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇരുമ്പ് കഷ്ണം പൊങ്ങി വരിക. കൈനീട്ടി പിടിച്ചിട്ട് വീണ്ടും വീണ്ടും ആമേൻ സ്തോത്രം ആമേൻ വൃക്ഷങ്ങളെ വെട്ടിയെടുക്കും തക്കവണ്ണം ആമേൻ ഉപയോഗമുള്ളതാക്കി മാറ്റിയെങ്കിൽ എന്ന് പരിശുദ്ധാത്മാ പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. എവിടെയാണോ നീ മറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. സ്തോത്ര. ശൗലിനെ കുറിച്ച് പറയുന്നത്, ശൗല് ആമേൻ ഒളിച്ചിരിക്കുകയാണ്. ആമേൻ സ്തോത്ര. ശമൂവേല് അവനെ അഭിഷേകം ചെയ്യാൻ വരുമ്പോൾ അവൻ മറഞ്ഞിരിക്കുകയാണ്. ആമേൻ സ്തോത്ര. ഇസ്രായേലിൽ ഒരു രാജാവിനെ അന്വേഷിക്കുമ്പോൾ മറഞ്ഞിരിക്കുകയാണ്. തോൾ മുതൽ എല്ലാവരെക്കാട്ടിലും പൊക്കമുള്ളവൻ,
പക്ഷേ മറഞ്ഞിരിക്കുകയാണ്. ദൈവിക പദ്ധതിക്ക് വേണ്ടി മുന്നോട്ട് കർത്താവ് പുഷ് ചെയ്യുമ്പോൾ മറഞ്ഞു നിൽക്കുന്ന ചില ആൾക്കാരെ കർത്താവ് ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്ര. ഈ പകലിൽ ഒരു ദൂത് ഞാൻ പറയാ, ദൈവം നിന്നെ ദേശത്ത് ഒന്നാമതാക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവ രാജ്യത്തിനകത്ത് ദൈവം നിന്നെ ഒന്നാമതാക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറഞ്ഞു നിൽക്കാനല്ല, മുന്നിൽ വന്ന് അത്ഭുതം കാണാനാണ്. സ്തോത്ര. 5 മിനുസമുള്ള കല്ലിനെ എടുത്തിട്ട് മറഞ്ഞു നിന്ന് ഒരു കാലഘട്ടത്തിലും പുറത്തു വരത്തില്ലെന്ന് ശത്രുവും പിശാചും ഒരുമിച്ച് വാതി കെട്ടി വെല്ലുവിളിച്ച് മറച്ചു പിടിച്ച ദാവീദിനെ കാട്ടിൽ കുറച്ച് ആടുകളുമായി ഒരുമിച്ച് കുറേ കാലം അവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക, സമയം കിട്ടുമ്പോഴൊക്കെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദാവീദ് മറഞ്ഞു നടക്കുക, മറഞ്ഞിരിക്കുക എന്ന മറഞ്ഞിരിക്കുന്ന ഒരനുഭവത്തെ കർത്താവ് പറഞ്ഞോ, മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതിനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ പകലിൽ ഈ സന്ദേശത്തിൻ്റെ ആഴമായ ദൂതിലേക്ക് കയറുമ്പോൾ ചിലരുടെ ജീവിതത്തിനകത്തളങ്ങളിൽ പിശാച് നിന്നെ മറച്ചു പിടിച്ചിരിക്കുകയാ, പാപത്തിൻ്റെ ശക്തികൾ കൊണ്ട് നിന്നെ മറച്ചു പിടിച്ചിരിക്കുക, നിരാശ കൊണ്ട് നിന്നെ മറച്ചു പിടിച്ചിരിക്കുക, ഭയം കൊണ്ട് നിന്നെ മറച്ചു പിടിച്ചിരിക്കുക. ഈ ലോകത്തിലെ പല പ്രശ്നങ്ങളുടെ നടുവിൽ, രോഗബന്ധനങ്ങളുടെ നടുവിൽ മറച്ചു പിടിച്ചിരിക്കുക. എന്നാൽ കർത്താവ് ദേവാലയത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ സ്തോത്രം, 18 വർഷമായി കുനിഞ്ഞു കയറി വരുന്ന, എന്നും അവൾ കുനിഞ്ഞാണ് വരുന്നത്, അവൾ കൂനിയാണ്, അവൾക്ക് നിവരുവാൻ കഴിയത്തില്ല. 18 വർഷത്തെ ബന്ധനം. കർത്താവ് ആ ആലയത്തിലേക്ക് വന്നിട്ട് നോക്കി, അവളെ നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് അവൾക്ക് നുവരാൻ കഴിയുന്നില്ല, അവൾക്ക് കാണാൻ കഴിയുന്നില്ല, അവർക്ക് ഫേസ് ടു ഫേസ് അവൾക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. കുനിഞ്ഞു നിൽക്കുകയാ, പല വിഷയത്തിൻ്റെ നടുവിൽ അവൾ കുനിഞ്ഞിരിക്കുകയാ. കർത്താവ് പറഞ്ഞു, ഇന്ന് നിന്റെ വിടുതലാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ കർത്താവ് 18 വർഷത്തെ ബന്ധനം അഴിച്ചു മാറ്റി. ഈ പകലിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? 18 വർഷത്തെ ബന്ധനം ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവിന് അഴിച്ചു മാറ്റാൻ കഴിവുണ്ടെങ്കിൽ ഇന്ന് പകലിൽ എത്ര മറച്ചു വെച്ചാലോ, കുനിഞ്ഞു നിൽക്കുന്ന അനുഭവം പോലെ നീ കുനിഞ്ഞു നിന്നാലോ, കർത്താവിന് ഒറ്റ സെക്കൻഡ് മതി നിന്നെ നിവർത്തി എല്ലാം കാണത്തക്കവണ്ണോ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. ഒറ്റ സെക്കൻഡ് മതിയെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ നിയോഗത്തോടെ ഞാൻ ആലോചന വിളിച്ചു പറയട്ടെ. 38 വർഷമായി കുളം കലങ്ങുന്നത് നോക്കി നിൽക്കുന്ന ഒരു പക്ഷപാതക്കാരൻ, എന്നെൻ്റെ വിടുതൽ നടക്കും, ഇന്ന് നടക്കുമോ നാളെ നടക്കുമോ? ഒത്തിരി വർഷമായി, 38 വർഷമായി ഞാനിവിടെ ആയിരിക്കുക. എൻ്റെ കൂടെയുള്ള ഒത്തിരി പേർ സൗഖ്യം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു. അവരൊത്തിരി പേർ സൗഖ്യം പ്രാപിച്ചു പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കിടക്കയിൽ കിടക്കുകയാ, ഒരു പരിധിക്കപ്പുറം എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇന്ന് പകലിൽ വചനത്തിൽ കൂടെ ഒരു ദൂത് പറയാ, ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് നിർത്തിയിട്ട്, ഒരു പരിധി വരച്ചിട്ട്, ഒരു ബൗണ്ടറി വരച്ചിട്ട് അതിൻ്റെ അപ്പുറം പോകരുതെന്ന് പറഞ്ഞ് ഒരു കുറ്റിയടിച്ച് ആ കയറിൻ്റെ നീളത്തിനനുസരിച്ച് ഒരു കഴുത കറങ്ങുന്നത് പോലെ നിന്നെ വട്ടം കറക്കുന്ന വർഷങ്ങളുടെ കെട്ടിനെ ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിവുണ്ട്? സ്തോത്രം. കെട്ടുമൂട്ടിൽ കടന്ന് കറങ്ങിയതിനെ കെട്ടഴിച്ചു വിടുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ചിലരുടെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇനിയും നീ കെട്ടപ്പെട്ടവനല്ല, ഇനിയും നീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനാണ്. യെരൂശലേം തെരുവീതിയിൽ കൂടെ സ്തോത്രം അനേകർ വിരിച്ചിട്ട സ്തോത്രം വസ്ത്രത്തിൽ കൂടെ, വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ കൂടെ ചവിട്ടിപ്പോകാൻ ദൈവം നിയോഗമുള്ളതിനെ സ്തോത്രം എവിടെയോ മറച്ചു വെച്ചിരിക്കുകയാ. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് പറയുന്നു, എനിക്കാവശ്യമുള്ളതിനെ ഞാൻ കെട്ടഴിച്ചു വിടും. ഈ പകലിൽ എത്ര പേർക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? കർത്താവിന് ആവശ്യമുള്ളതിനെ അനേക നാളുകൾ ബന്ധിച്ച് ഒതുക്കിയിടാൻ പറ്റത്തില്ല. അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന നമ്മുടെ പ്രമേയം മറഞ്ഞു കിടക്കാൻ പറ്റത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? മലമേലിരിക്കുന്ന ഒരു പട്ടണമാ, ഈ പട്ടണത്തിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം, 2 പ്രത്യേക വെളിപ്പാടുകളാണ് സ്തോത്രം മത്തായി സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ജനത്തോട് പറയുന്നത്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവനാ യഥാർത്ഥ ക്രിസ്ത്യാനി. സ്തോത്രം, യഥാർത്ഥ ക്രിസ്ത്യാനി. അവൻ മലമേൽ കയറി ഇരുന്നു കൊണ്ട്
ജനത്തെ കണ്ടപ്പോൾ അവൻ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് വിളിച്ചു പറയാൻ കർത്താവ് നിയോഗിച്ച് ആ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ആത്മാവിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ച് ഞാനൊന്ന് ധ്യാനിച്ചപ്പോൾ സ്തോത്രം, നമ്മൾ ലോകപ്രകാരം സമ്പന്നരായിരിക്കാം, അല്ലായിരിക്കാം, പക്ഷേ ഇന്ന് പകൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നീ ആത്മാവിൽ സമ്പന്നനാണോ? സ്തോത്രം, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും നമ്മളോട് പറയണം, കർത്താവേ ഞാൻ ഒന്നുമായിട്ടില്ല, എനിക്ക് കുറച്ചുകൂടെ ശക്തി വേണം, കുറച്ചുകൂടെ കൃപ വേണം, കുറച്ചുകൂടെ ദൈവശക്തി വേണം, കുറച്ചുകൂടെ ദൈവിക നിയോഗം വേണം. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമുഖം അന്വേഷിക്കുകയും അനേക സമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥനയിലായിരിക്കുന്ന തൻ്റെ ജനത്തെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കും. ഈ പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രയും വേഗം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ? ആമേൻ സ്തോത്രം. ഈ പകലിൽ രണ്ട് പ്രത്യേക കാര്യം പറയാം. സ്തോത്രം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ തന്നെ, കർത്താവ് ഈ ജനറേഷനെ നോക്കി, ഈ പുതിയ തലമുറയെ നോക്കി ആമേൻ ആത്മാവിനൊരു ദൂത് കൈമാറാനുണ്ട്. നമ്മുടെ ഹൃദയം ക്ലീനാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എങ്ങനെ ഹൃദയത്തെ ക്ലീനാക്കാൻ പറ്റുമോ? എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ശുദ്ധവെള്ളത്താൽ തങ്ങളുടെ ശരീരം കഴുകപ്പെട്ടവരോ, ആമേൻ സ്തോത്രം, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ ഹൃദയം തളിക്കപ്പെട്ടവരുമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരുന്നത്. പഴയ നിയമത്തിൽ കാളക്കിടാവിനെയോ കുറുപ്രാവിനെയോ ആട്ടുകൊറ്റനെയോ ഒക്കെ യാഗം കഴിച്ചതിൻ്റെ രക്തം മുഖാന്തരം കൃപാസനത്തിലേക്ക് പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം കയറി ചെല്ലുമ്പോൾ ശുദ്ധരക്തത്താൽ നമ്മുടെ കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ ഹൃദയം തളിക്കപ്പെടണം. യേശുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തിൽ തളിക്കപ്പെടണം. ഒരു ക്ലീൻ ഹാർട്ട്, സ്തോത്ര, കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു നല്ല ഹൃദയം നമുക്കുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സ്തോത്രം, ഒരു ഫ്ലൈറ്റ് റൺവേ കൂടെ പോകുന്നത് കാണാൻ നല്ലതാണ്, അതിവേഗം പോകുന്നത് കാണാം. ചില സെക്കൻഡുകൾ കഴിയുമ്പോൾ 30,000 അടി ഉയരത്തിൽ ഇത് പറന്നുയരാൻ കാരണം എന്നാ അറിയാവോ? ആ ഫ്ലൈറ്റിൻ്റെ അകത്ത് നന്നായി ഒരു എഞ്ചിനുണ്ട്, അതിനകത്ത് ഫ്യൂവലുണ്ട്, അതുകൊണ്ടാണ് ഇത് പറന്നുയരുന്നത്. പാട്ടുകാരൻ പാടുന്നൊരു പാട്ടുണ്ട്, എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്ര, നിർമ്മലമായ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, സ്തോത്ര, ഒരു റിന്യൂവിങ് സ്പിരിറ്റ് നമുക്കുണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റിനാൽ പരിശുദ്ധാത്മാവിനാൽ ഒന്ന് പുതുക്കം പ്രാപിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, സ്തോത്ര, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സ്തോത്ര, ലോകത്തിൻ്റെ വെളിച്ചമാക്കി ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഈ പകലിൽ ശക്തമായി വിളിച്ചു പറയണം, എണ്ണയുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നമ്മുടെ ഉള്ളിൽ പുതുക്കം പ്രാപിക്കുന്ന അനുഭവമുണ്ടോ? കഴുകനെ പറ്റി നമ്മൾ പലവട്ടം ധ്യാനിച്ചിട്ടുണ്ടല്ലോ. കഴുകൻ എന്താ ചെയ്യുന്നത്? ഒരു കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ തൂവലുകളെല്ലാം പോയി, കണ്ടാൽ ആ രൂപമല്ലാത്ത രീതിയിലാക്കുന്ന ഒരു നിമിഷമുണ്ട് കഴുകന്. എന്നാൽ ആ കഴുകനെ നോക്കി എല്ലാവരും പറയും, ഇതോടെ തീർന്നു, ഇനി നീ ചിറകടിച്ച് ഉയരങ്ങളിൽ പറക്കത്തില്ല, എല്ലാ പക്ഷികൾക്കും ഉയരത്തിൽ നീ പറക്കത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ കഴുകൻ്റെ ഉള്ളിലറിയാം, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില മാസങ്ങൾ കഴിയുമ്പോൾ പുതിയ തൂവലുകൾ എനിക്കുണ്ടാകോ, ഞാൻ പഴയതുപോലെ ആയിത്തീരും, ഞാൻ പറന്നുയരും. എങ്ങനെയാ അത് പറന്നുയരാൻ താല്പര്യപ്പെടുന്നത്? ഒന്നുകൂടെ റിന്യൂ ചെയ്യാൻ, പുതുക്കം പ്രാപിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. സ്തോത്ര, പാപത്തിൻ്റെ ശക്തികൾ കൊണ്ട് ശത്രുവായ പിശാച് നമ്മളെ മറച്ചു പിടിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവിൻ്റെ രക്തം നമ്മുടെ മേൽ തളിച്ചിട്ട് നമ്മളെ ക്ലീൻ ഹാർട്ട് തന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ റിന്യൂവിങ് സ്പിരിറ്റ് തന്നിട്ട് നമ്മളെ പുതുക്കം പ്രാപിച്ചിട്ട് നമ്മളെ വീണ്ടും വീണ്ടും ശക്തമായി ഉയരങ്ങളിലേക്ക് പറക്കാൻ കർത്താവ് നമ്മളെ നിയോഗിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ ആത്മാവിൽ അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ എവിടെയോ ഒതുക്കപ്പെട്ടു പോയി, എവിടെയോ ഒളിഞ്ഞിരുന്നു പോയി. സ്തോത്രം, ഒരു വചന വെളിപ്പാട് പറയട്ടെ. ഏലിയ
ഏലിയാവ് ശക്തനായ പ്രവാചകന്. അവരൊരു ദിവസം വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവൻ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്, ഇസബേലിനെ പേടിച്ചിരിക്കുകയാണ്, ആഗാബിനെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ സ്തോത്രം, ഒളിച്ചിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് അവൻ ഏലിയാവേ, നീ ശക്തനായ പ്രവാചകന്, നീ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ ഒളിച്ചിരിക്കാനുള്ളതല്ല, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു റെമനന്റ് ഉണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ശേഷിപ്പ് വെച്ചിരിക്കുകയാണ്. നീ ഒരുത്തൻ മാത്രമല്ല വെളിച്ചത്തിൽ നിൽക്കുന്നത്, 7000 പേര് വെളിച്ചത്തിൽ നിൽപ്പുണ്ട്. ആമേൻ, സ്തോത്രം. എവിടെയോ ആർക്കോ എന്തോ കുഴപ്പം പറ്റിയത് മാത്രം നോക്കി നിൽക്കല്ലേ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്ന, പ്രാർത്ഥനയോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കുന്ന ആയിരങ്ങളുണ്ട്. ഏലിയാവേ, നീ ഒറ്റയ്ക്കല്ല. ആമേൻ, നിന്റെ കൂടെ 7000 പേരുണ്ട്. ആമേൻ, മറ്റൊരു സാഹചര്യത്തിൽ ആമേൻ, ഏലിയാവ് തന്നെ ഒളിച്ചു മാറി നിൽക്കുകയാ. എന്താ? മറഞ്ഞിരിക്കുകയാ. എന്നെ എടുത്തോണേ, ഇനി എനിക്ക് പ്രവചിക്കാൻ നിയോഗമില്ല. ആമേൻ, ഇസബേൽ എൻ്റെ കഴുത്ത് എടുക്കാൻ താല്പര്യപ്പെടുന്നു, ഇനി എനിക്ക് ജീവിക്കേണ്ട, മതി യഹോവേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ മറയാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇല്ല, ദൂതൻ ഇറങ്ങി വന്ന് ആമേൻ, സ്തോത്രം, അവൻ ആഹാരവും വെള്ളവും കൊടുത്തിട്ട് പുതിയ ശക്തി കൊടുക്കുകയാണ്. ആദ്യ പ്രാവശ്യം ഇറങ്ങി വന്നപ്പോൾ ആഹാരം കഴിച്ചു വെള്ളം കുടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ്. ആമേൻ, പലപ്പോഴും കർത്താവ് നമ്മളെ തട്ടി ഉണർത്തുന്നുണ്ട് കേട്ടോ. മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പല തട്ടി ഉണർത്തലുകളും നമുക്ക് വന്നു. അപ്പോഴൊക്കെ നമ്മൾ മറഞ്ഞിരിക്കുക. വേണ്ട, പിന്നീടാകട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രയോജനപ്പെടാം, അടുത്ത വർഷമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിലേ ചെയ്യുമ്പോൾ ഇന്ന് പോലെ കർത്താവ് പറയാണ്, ഇല്ല, ഇതാകുന്നു സുപ്രസാദ ദിവസം, ഇതാണ് സദ്വർത്തമാനം വിളിച്ചു പറയാനുള്ള കൃത്യമായ ദിവസം. നാളെയല്ല, ഇന്ന് നീ റെഡിയാണോ? കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. അവനെ എഴുന്നേൽപ്പിക്കുകയോ, ആഗാബിന്റെ രഥത്തിന് മുന്നേ ഓടുന്നൊരു ദൈവശക്തി അവനിൽ കൂടെ വ്യാപരിച്ചെങ്കിൽ ഈ പകലിൽ വിശ്വസിക്കുന്ന ദൈവജനമേ, നീ ഒറ്റയ്ക്കായി പോയെന്ന് വിചാരിക്കണ്ട. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു വലിയ അഭിഷേകമുണ്ട്, വലിയൊരു അനോയിന്റിംഗ് ഉണ്ട്. അത് നിന്നെ മുന്നോട്ട് നയിക്കുന്നതാണെന്ന് ഇന്ന് പകലിൽ അറിയാതെ പോകരുത്. മറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. 2 പ്രത്യേക വെളിപ്പാടുകൾ യേശു കർത്താവ് താമേ ദൈവസഭയ്ക്ക് കൈമാറുന്നുണ്ട്. എന്താണ് 2 വെളിപ്പാട്? 1, നീ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 2, നീ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ 2 പ്രത്യേക വെളിപ്പാട് പറഞ്ഞിട്ടാണ് പറയുന്നത്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. ഉപ്പ് അതുപോലെ ഇരുന്നാൽ നന്നായിരിക്കും. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിൽ എന്തുകൊണ്ട് രസം വരുത്താമെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പകലിൽ കേട്ടുകൊള്ളുക. സ്തോത്രം. ലോകത്തിൽ നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്, ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ ലൈഫിനകത്ത് ഒരു വലിയ ഉപ്പായി തീരാനാണ്. സ്തോത്രം. ഉപ്പായിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ നീ മലമേലിരിക്കുന്ന ഒരു പട്ടണം പോലെ ആയിരിക്കും. സ്തോത്രം. വെളിച്ചമായിട്ടിരുന്നാൽ നീ മലമേലിരിക്കുന്ന ഒരു പട്ടണം പോലെ ആയിരിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ പട്ടണം ഒരു ദിവസം കൊണ്ട് ഉയർന്നു വന്നതല്ല. ഈ മല ഒരു ദിവസം കൊണ്ട് ഉയർന്നു വന്നതല്ല. അനേക വർഷങ്ങളുടെ പ്രോസസ് അതിൻ്റെ പിന്നിലുണ്ട്. സ്തോത്രം. അനേകം മൺകൂനകൾ കൂട്ടമായി അവിടേക്ക് വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മല ഉണ്ടാകുന്നത്. ആ മലയുടെ മുകളിൽ ഒരു പട്ടണം ഉണ്ടാകണമെങ്കിൽ അതിനും കുറേ വർഷങ്ങളുണ്ട്. ഇത് അനേക പ്രോസസ്സിൽ കൂടെ കടന്നുപോയതാ. സ്തോത്രം. ഇന്ന് ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനവധി ആൾക്കാരെ നോക്കി നമ്മൾ വിളിച്ചു പറയോ, ഏതോ ഒരു ദിവസം കൊണ്ട് ഇവർ ഉയർന്നു വന്നത് അല്ലല്ല. ഇവരുടെയൊക്കെ പിന്നിൽ ഒരു വലിയ തീച്ചൂളയുണ്ട്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു സഹോദരിയുടെ അടുത്ത് പ്രവാചകൻ വന്നിട്ട് പറയുന്ന, പ്രവാചകന്റെ അടുക്കൽ വന്ന സഹോദരി പറയുകയാണ്, കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു എൻ്റെ മക്കളെ. പ്രവാചക, എന്തെങ്കിലും പറയണോ? എൻ്റെ ഭർത്താവ് ഒരു ദൈവത്തിൻ്റെ ദാസനായിരുന്നു, അവനും ഒരു പ്രവാചകനായിരുന്നു, അവൻ മരിച്ചുപോയി, ഞാനിപ്പോൾ വിധവയാണ്, എനിക്ക് പിള്ളേരുണ്ട്, അവരെ പിടിച്ചു കൊണ്ടുപോകാൻ കടക്കാർ വന്നിരിക്കുന്നു, എന്തെങ്കിലും ഒരു കാര്യം നീ
പറയണോ? ആമേൻ. പ്രവാചകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്റെ വീട്ടിനകത്ത് എന്നാ ഉണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എൻ്റെ വീട്ടിനകത്തില്ല. ആമേൻ. സ്തോത്രം. ഞാൻ ആ എണ്ണയെക്കുറിച്ച് നോക്കിയപ്പോൾ ആമേൻ അത് മറഞ്ഞിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഈ എണ്ണ എങ്ങനെയാ വീട്ടിൽ വന്നെന്ന് ചോദിക്കുക. ആ വീട്ടിലെ ദൈവദാസൻ ആമേൻ ഒലുവുങ്ക ശേഖരിച്ചെടുത്തിട്ട് ദേവാലയത്തിൽ 24 മണിക്കൂറും ആമേൻ ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കേണ്ടതാകിയാൽ ഒലുവുങ്ക ശേഖരിച്ച് അത് ഇടിച്ചെടുത്ത് അതിൽ നിന്ന് എണ്ണ ശേഖരിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു അനുഭവം ആ പ്രവാചകന്റെ ലൈഫിനകത്തുണ്ടെങ്കിൽ ഈ പകലിൽ മനസ്സിലാക്കിക്കോ, ദേവാലയത്തിനു വേണ്ടി മാറ്റിവെച്ച എണ്ണ, അധികം വന്ന എണ്ണ, ഒരു ഭരണി എണ്ണ, അത് വീട്ടിനകത്ത് മാറ്റി മറച്ചു വെച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇല്ല, അതിനെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ആമേൻ. അതിനെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു. എങ്ങനെ വർദ്ധിപ്പിക്കോ? നീ വാതിലടച്ച് വിശ്വാസത്തോടെ കാത്തിരിക്കണോ. അയൽവക്കത്തൊക്കെ ചെന്ന് നിനക്ക് പാത്രങ്ങളെ ശേഖരിക്കാൻ കഴിയുന്നവർ ശേഖരിച്ചു. ആമേൻ. മറച്ചു വെച്ച എണ്ണയെ ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് കണ്ണുകൾക്ക് അത്ഭുതം കൂറുമാറ് ആ എണ്ണ വർദ്ധിക്കാൻ തുടങ്ങി. ഓരോ പാത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇത് നിറഞ്ഞു വരികയാണ്. എങ്ങനെ ഈ നിറവുണ്ടായി? ഒറ്റ റീസണേ ഉള്ളൂ, പ്രവാചകന്റെ വാക്കനുസരിക്കാൻ തയ്യാറായതുകൊണ്ട്. അവൾക്ക് അവിടെ അവിശ്വസിച്ച് മാറി നിൽക്കാമായിരുന്നു. മറച്ചു വെച്ച ആ എണ്ണയെ, ആമേൻ, ദൈവരാജ്യത്തിനു വേണ്ടി ശേഖരിച്ച എണ്ണയെ, ആമേൻ, അനേക തകർച്ചയിൽ കൂടെ, ഉടവിൽ കൂടെ, അനേക വിഷയങ്ങളിൽ കൂടെ കടന്നുപോയി. ഒരു ഒലുവുങ്ക ഉടയുന്നത് പോലെ ഉടഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങി വന്ന എണ്ണയെ ശേഖരിച്ചു വെച്ചെങ്കിൽ, അത് മാത്രം മറഞ്ഞു വെച്ചെങ്കിൽ, ഈ പകലിൽ ആത്മാവ് പറയുന്നു, എവിടെ മറഞ്ഞു കിടക്കുന്നു അവിടെ ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം. വെളിച്ചം വന്നാലേ ആമേൻ പുറത്തു വരാൻ പറ്റത്തുള്ളൂ. ഇരുട്ടുകൊണ്ടാണ് മറച്ചു പിടിക്കുന്നത്. ആമേൻ. ഈ ലോകത്തിലെ ഇരുട്ടിൻ്റെ ശക്തികൾ അനവധിയുണ്ട്. അത് ഈവിൾ സ്പിരിറ്റുകളാണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒരു ദേശത്തെ ശക്തമായി വ്യാപരിച്ചു നിൽക്കുന്ന ഇരുളിൻ്റെ ശക്തിയുണ്ട്. ആമേൻ. സ്തോത്രം. പൗലോസ് എഫെസോസിലേക്ക് കാലുകുത്തുമ്പോൾ ആമേൻ അർത്തമീസ് ദേവിയുടെ വ്യാപാര ശക്തി, ആമേൻ, മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞ ഒരു ദേശം. അഭിഷക്തൻ വിശ്വാസത്തോടെ ആ ദേശത്തിലേക്ക് കാലുകുത്തി. ആ ദേശത്തിലേക്ക് കാലുകുത്തിയിട്ട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ആമേൻ. 12ഓളം ശിഷ്യന്മാരെ കാണുകയാണ്. അവരൊരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എന്ന് ചോദിക്കുകയാണ്, ഈ ദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എഫെസോസിൻ്റെ മണ്ണ്, ആമേൻ, ദൈവരാജ്യമല്ല മുകളിൽ. ദൈവരാജ്യത്തെ സാത്താന്യ രാജ്യം മറച്ചു പിടിച്ചിരിക്കുകയാണ്. ആമേൻ. 12ഓളം ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവർ പറയുന്നത്, പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആമേൻ. പക്ഷെ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് പറഞ്ഞ് അവരുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ 12 പേരുടെ മേൽ ഇറങ്ങി വന്നു. എഫെസോസ് എന്ന പട്ടണം ഇരുട്ടുകൊണ്ട് മറച്ചു പിടിച്ചതായിരുന്നു. ഇരുട്ടുകൊണ്ട് മറച്ചു പിടിച്ചൊരു ദേശത്തെ ആമേ ദൈവരാജ്യത്തിൻ്റെ ആമേ ശക്തി വെളിപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരുടെ മേൽ വന്നപ്പോൾ, ആ ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ നിൽക്കാൻ അഭിഷക്തന്മാരെ ദൈവം നിയോഗിച്ചു. അവിടെ സഭകൾ സ്ഥാപിക്കപ്പെടാൻ തുടങ്ങി. അവിടെ കൂട്ടമായി ആൾക്കാർ ദൈവരാജ്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങി. ഈ പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വിളക്ക് കത്തിച്ചിട്ടാരും പറയും കീഴിൽ വെക്കാറില്ല. തണ്ടിന്മേൽ ശോഭിക്കുന്ന ഒരു വിളക്കാക്കി നിന്നെ മാറ്റാൻ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ശബ്ദത്തെ ദൈവത്തിന് ആവശ്യമായിട്ടുണ്ട്. നിന്റെ ആരോഗ്യത്തെ ദൈവത്തിന് ആവശ്യമായിട്ടുണ്ട്. എന്തിനാ ദൈവം നിനക്ക് ഇത്രയും സമയം തന്നത്? എന്തിനാ ഇത്രയും കഴിവുകൾ ദൈവം തന്നത്? ഒറ്റ റീസണേ ഉള്ളൂ, ദൈവരാജ്യത്തിനകത്ത് മറഞ്ഞിരിക്കാനല്ല, നീ ഉപയോഗിക്കപ്പെടേണ്ട ആളാണ്. നീ ഉപയോഗിക്കപ്പെടേണ്ട ആളാകിയാൽ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ഇരുട്ടിൻ്റെ ശക്തികൾ എഫെസോസിൻ്റെ മണ്ണിനെ മറച്ചു പിടിച്ചതുപോലെ ഇന്ന് പകലിൽ ഏതെങ്കിലും സ്ഥലത്തെയോ ഏതെങ്കിലും വീടിനെയോ ഏതെങ്കിലും വ്യക്തികളെയോ മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ, സാത്താന്യ രാജ്യം മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാക്കിക്കോ, ഈ മറച്ചു പിടിക്കാൻ അനവധി സമയങ്ങൾ കഴിയത്തില്ല. അതിനു മുമ്പ് ഒരൊറ്റ ദൈവദാസന്റെ പ്രാർത്ഥന മതി, ഒരൊറ്റ ദൈവ പൈതലിന്റെ പ്രാർത്ഥന മതി. ഒരാളിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നദി, അഗ്നി,
അതുപോലെ ഇറങ്ങി വന്നാൽ അവനിൽ കൂടെ ആ ദേശം വെളിച്ചം അനുഭവിക്കുവാൻ ഇടയായി തീരും. ഈ പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അവൻ്റെ ലൈഫിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. 30 വർഷമായി യേശുവിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് ഇവൻ ജാരസന്തതിയാ, പരിശുദ്ധാത്മാവിൽ ജനിച്ചു എന്നൊക്കെയാ പറയുന്നേ. സ്തോത്രം. എന്നാൽ ഗാമേൻ സ്തോത്രം, യോർദാൻ നദിയിലേക്ക് കർത്താവ് ഇറങ്ങിത്തിരിക്കുക. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിലേക്ക് ചെന്നു. പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ ഒരുമിച്ച് ചേർന്നിരുന്ന് കുറേ നേരം ദൈവരാജ്യത്തെക്കുറിച്ചും സ്തോത്രം ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് വിചാരിച്ചു കാണുമായിരിക്കാം ഇതാകുന്നു വെളിപ്പെടാനുള്ള സമയം. സ്തോത്രം. അന്ന് വെളിപ്പെട്ടില്ല കേട്ടോ. അവന് ദേവാലയം വിട്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. 3 ദിനരാത്രങ്ങളുടെ യാത്ര കഴിഞ്ഞപ്പോഴാ ജോസഫിനും മറിയയ്ക്കും മനസ്സിലായത് യേശു കർത്താവ് കൂടെയില്ലെന്ന്. സ്തോത്രം. തിരിച്ചു ചെല്ലുമ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ഇരിക്കുക. ദേവാലയം വിട്ടുപോകാൻ അവൻ ആഗ്രഹമില്ല. പക്ഷെ എവിടെയോ നസറേത്തിൻ്റെ ഇരുട്ടിൽ അവനെ മറച്ചു പിടിച്ചിരിക്കുകയാ. 30-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ കൃത്യസമയം വെളിപ്പെട്ടപ്പോൾ, ഇപ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ദൈവത്തിൻ്റെ റൈറ്റ് ടൈം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ശക്തികൾക്കും നിന്നെ അധികകാലം ഒതുക്കി വെക്കാനോ മറച്ചു പിടിക്കാനോ പറ്റത്തില്ല. മറച്ചു പിടിക്കാൻ പറ്റും. 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് യോർദാൻ നദി ലക്ഷ്യമാക്കി ഇറങ്ങി വരികയാ. ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടേ. യോഹന്നാൻ പ്രസംഗിക്കുന്ന പ്രസംഗം എങ്ങനെയാണെന്നറിയാമോ? സക്കറിയാവ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് പോലെയൊന്നും അല്ല യോഹന്നാൻ പ്രസംഗിക്കുന്നത്. ആത്മനിയോഗം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അവൻ വിളിച്ചു പറയുന്ന വാക്ക് അല്ലയോ ബഹുമാന്യരെ എന്നൊന്നും അല്ല വിളിക്കുന്നത്. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആരാ നിങ്ങളെ നിയോഗിച്ചത്? സ്തോത്രം. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ കാലൊച്ച ശബ്ദം യോഹന്നാൻ തൻ്റെ കാതുകളിൽ കേൾക്കുന്നു. ആ കാലൊച്ചയുടെ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ശക്തമായൊരു സ്തോത്രം വാക്കുകളാണ്. കേട്ടോണ്ടിരുന്നവർ മൊത്തവും ആലോചിക്കത്തക്കവണ്ണം, ഒന്ന് നിന്ന് ചിന്തിക്കത്തക്കവണ്ണമുള്ള ഒരു വാചകമാ. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് 30 വർഷമായി മറച്ചു പിടിച്ചിരിക്കുകയാ. എന്നാൽ മറച്ചു വെക്കാൻ കഴിയത്തില്ല. സ്വർഗം തുറക്കുകയാണ്. യോഹന്നാന്റെ അടുക്കൽ വന്ന് യേശു സ്നാനപ്പെടുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്ക് സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് അഗരോന്റെ വടി പൂത്ത് തളിർത്ത് കായ്ക്കാൻ കഴിവുണ്ടെങ്കിൽ, മറച്ചു വെച്ച ഏതു വിഷയം ഉണ്ടെങ്കിലും അതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽ സർവശക്തന്റെ കരം നിനക്ക് പിന്നിൽ ചലിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ അറിയാതെ പോകരുത്. സ്തോത്രം. മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് വലിയൊരു രഹസ്യവുമായിട്ടാണ് ഒരു പ്രഭാതം പൊട്ടിപ്പുളർന്ന് അവൻ പുറത്തു വരുന്നത്. സാറയോട് പറഞ്ഞിട്ടില്ല, ഇസഹാക്കിനോട് പറഞ്ഞിട്ടില്ല. ദൈവവും അബ്രഹാമിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അവൻ വളരെ വേദനയോടെ ആയിരിക്കുന്ന, ആരോടും പറയാൻ പറ്റുന്നില്ല, ആരോടും പറയാൻ പറ്റാത്തൊരു രഹസ്യം ഹൃദയത്തിനകത്ത് ഒളിച്ചു വെച്ചിട്ട് അവൻ രാവിലെ ഇറങ്ങി വന്നിട്ട് വിറക് കയറുകയാ, കഴുതയ്ക്ക് കോപ്പിടുകയാ, ബാല്യക്കാരെ വിളിക്കുകയാ, ഇസഹാക്കിനെ വിളിക്കുകയാ, നമുക്കൊരുമിച്ച് യാഗം കഴിക്കാൻ പോകാം. ഇത് സ്ഥിരമായിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട്, ഈ ആരാധനയ്ക്ക് പോകുന്നത് സ്ഥിരമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് ആർക്കും വലിയ സംശയം തോന്നിയില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. ആരോടും പറയാൻ പറ്റത്തില്ല. എൻ്റെ മോനുമായിട്ട് ഇനി തിരിച്ചിങ്ങോട്ട് വരുമോയെന്ന് എനിക്കറിയത്തില്ല. മോറിയ മലയുടെ മുകളിൽ അവരെ യാഗം കഴിക്കുമോ എനിക്കറിയത്തില്ല. കർത്താവ് ചോദിച്ചു, നീ ഏറ്റവും സ്നേഹിക്കുന്നത് എനിക്ക് തിരിച്ചു തരാൻ താല്പര്യമുണ്ടോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉള്ളിൽ മറച്ചു വെച്ച രഹസ്യം മറഞ്ഞു കിടക്കുകയാ. ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും ഉള്ളു പടയുകയാ. സ്തോത്രം. ആരോടും പറയാൻ പറ്റുന്നില്ല. ഒരു ദൈവദാസനെ വിളിച്ച് പറയാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനോടും പറയാൻ പറ്റുന്നില്ല. കർത്താവും നീയും മാത്രം അറിയുന്ന ഒരു രഹസ്യം.
ഹൃദയത്തിനകത്തും മറഞ്ഞു കിടക്കുന്നെങ്കിൽ ഈ പകലിൽ ഓർത്തോ, ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പരിശുദ്ധാത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. മറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാ. എന്നാൽ ആ മോറിയ മലയുടെ മുകളിൽ എന്താ സംഭവിച്ചത്? ഒരാടിനെ ദൈവം തമ്പുരാൻ തന്നെ ഓടിച്ചു കയറ്റി ഒരു കുറുക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മറച്ചു വെച്ചിരിക്കുന്ന ഒരു വിഷയം. സ്തോത്രം. ആ മറഞ്ഞു കിടക്കുക, കുറുങ്കാട്ടിൽ ഒളിക്കപ്പെട്ട് കിടക്കുമ്പോൾ തൻ്റെ മകന് പകരമായി ആ ആടിനെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാ. ഇപ്പൊ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഞാനൊരു ആലോചന വിളിച്ചു പറയട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ വെളിപ്പെടാൻ ഇരിക്കുന്ന ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളോ, നിന്റെ ജീവനെതിരെ പോലും വാദിച്ചു നിൽക്കുന്ന ശത്രുവിൻ്റെ പോരുകളുടെ നടുവിൽ ഇല്ല, നീ നഷ്ടപ്പെട്ടു പോകത്തില്ല, നീ മരണപ്പെട്ടു പോകത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ മേൽ കിടപ്പുണ്ട്, ദൈവത്തിൻ്റെ നിയോഗം നിന്റെ മേൽ കിടപ്പുണ്ട്. നിനക്ക് പകരമായി ഒരു ആട്ടുകോറ്റൻ യാഗമായി തീരാൻ പോകുകയാണ്. ഇപ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? തിരിച്ചുള്ള അവരുടെ മടക്ക യാത്രയിൽ അവർ സന്തോഷിച്ചാ വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മറഞ്ഞു കിടന്ന ഒരാടിനെ കർത്താവ് കാണിച്ചു കൊടുത്തിട്ട് അബ്രഹാം അതിനെ യാഗം കഴിക്കുകയാ. ആർക്ക് പകരം? ഉള്ളിൽ മറച്ചു പിടിച്ച ആ രഹസ്യത്തെ മോറിയ മല വരെ എത്തിച്ചു. ആ രഹസ്യം അവിടെ വെളിപ്പെട്ടു വന്നു. എങ്ങനെ വെളിപ്പെട്ടു വന്നു? സ്തോത്ര. ഇസഹാക്ക് യാഗപീഠത്തിൽ കടക്കുമ്പോൾ ഇസഹാക്കിന് മനസ്സിലായി, ഞാനാണ് യാഗത്തിന് വേണ്ടിയുള്ള ആള്. സ്തോത്ര. മറച്ചു വെക്കാൻ പറ്റത്തില്ല, ഹൃദയത്തിനകത്തെ രഹസ്യത്തെ മറച്ചു വെക്കാൻ പറ്റത്തില്ല. അത് കർത്താവ് വെളിപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ മോറിയ മലയുടെ മുകളിൽ ഒരത്ഭുതമുണ്ട്. ഈ പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ആരോടും പറയാൻ കഴിയാത്ത, ആർക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത നേറുന്ന വിഷയവുമായി നിന്റെ ഹൃദയത്തിനകത്തും മറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൻ്റെ നടുവിൽ ഇന്ന് പകലിൽ കർത്താവിനും നിനക്കും മാത്രം അറിയാവുന്ന ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം. ഈ പകലിൽ പരിശുദ്ധാത്മാവ് വിഷയത്തെ തൊടുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. ദൈവത്തിനും നിനക്കും മാത്രം അറിയാവുന്ന ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി അനുകൂലമായി ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പ്രവചിച്ചു പറയുന്നു. നിന്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. യേശു കർത്താവിനെ വെളിപ്പെടുത്തി, പിതാവാം ദൈവം വെളിപ്പെടുത്തി. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ആ യോർദാൻ നദിയുടെ തീരത്തേക്ക് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസേ, സ്തോത്രം. എല്ലാവരും നിന്നെ നോക്കിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് ആരാ പ്രസംഗിക്കാൻ വരുന്നത്? 3 വട്ടം തള്ളിപ്പറഞ്ഞവരാ. സ്തോത്രം. ആ പോകുന്ന ആരാ? 3 വട്ടം തള്ളിപ്പറഞ്ഞവരാ. അവൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി പറഞ്ഞിട്ട് എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ പത്രോസ് മറു സൈഡിൽ കൂടെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പെന്തക്കോസ് നാളിൽ 120 പേരുടെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ 11 പേരോടുകൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് കൊന്ന് ശക്തമായ ഒരു പ്രസംഗം. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു ഉണ്ടല്ലോ, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ പ്രസംഗം കേട്ടപ്പോൾ തന്നെ, യേശു ജീവിക്കുന്നു എന്ന ശക്തമായ പ്രസംഗം കേട്ടപ്പോൾ തന്നെ 3000 പേര് ദൈവസഭയോട് സ്നാനപ്പെട്ട് കയറാൻ ഇരച്ചു കയറുക. പിന്നെ 5000-ആയി 10000-ആയി. ഇന്ന് പോലെ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനുഷ്യനെ പിശാച് പാപത്തിലിട്ട്, ഇരുട്ടിൻ്റെ ശക്തികളിട്ട് സ്തോത്രം, ഈ ലോകത്തിൻ്റെ ദൈവ ഹൃദയങ്ങളെ കുരുട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. പൗലോസിൻ്റെ 4 പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. എഫേസ്യ ലേഖനത്തിലെ ശക്തമായ പ്രാർത്ഥനയുടെ വാചകമാ, എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. എനിക്ക് ദൈവം ഒരുക്കി വെച്ചതൊന്ന് കാണാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ദൈവം ഒരുക്കി വെച്ച പല കാര്യങ്ങളുണ്ട്. പിതാവാം ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഒത്തിരി രഹസ്യമുണ്ട്. അതിൽ
ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം പത്തനാപുരത്ത് കടക്കാമൺ ഏജിയിൽ ആമേൻ ഒരു മെമ്പറാണ് ഞാൻ. ഒരു വലിയ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു പ്രവാചകൻ വന്ന് എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ അനേക രാജ്യങ്ങളിൽ നിന്റെ കാലുകൊത്തും, നീ ദൈവരാജ്യത്തെ പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ആമേൻ സ്തോത്ര 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ ആമേൻ ആളിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചപ്പോൾ അന്നെനിക്ക് മനസ്സിലായില്ല. ഇന്നെനിക്കറിയാം, ജർമ്മനിയിൽ ഫ്രാങ്ക്ഫോർട്ടിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ, അവിടുത്തെ ഒരു ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ, അനേക പട്ടണങ്ങളിലും രാജ്യങ്ങളിലും കർത്താവിൻ്റെ ഉണർവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാനൊരു ആലോചന പറയാ, ദൈവം മറച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരു ശക്തികൾക്കും നിന്നെ മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഒരു പ്രവചനദൂത് നിന്റെ മേൽ കടപ്പുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം നിന്റെ മേൽ കടപ്പുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു നിയോഗം നിന്റെ മേൽ കടപ്പുണ്ടെങ്കിൽ ആമേൻ നിന്നെ മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. അനേക പ്രവാചകന്മാരിൽ കൂടെ സ്വപ്നത്തിൽ കൂടെ ഒക്കെ നിനക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. 17ാമത്തെ വയസ്സിൽ ആമേൻ സ്തോത്ര യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ, ആമേൻ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ കൊടുക്കാൻ, ആമേൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ യേശുവിന് വേണ്ടി ജീവിച്ചുകൊള്ളാമെന്ന് സമർപ്പിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് 2000 നടന്ന സംഭവമോ. എന്നാൽ ഇന്ന് പകലിൽ 26 വർഷമായി യേശുവിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാ, ആമേൻ സ്തോത്രം, ആർക്കും മറച്ചു പിടിക്കാൻ കഴിയാത്തൊരു അഭിഷേകം നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കും മറച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു പ്രവചന ദൂത്, ഒരു ദൈവിക പദ്ധതി നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കിക്കോ, ആ പദ്ധതി നിന്റെ ജീവിതത്തിനകത്ത് പുറത്തു വരും. അത് വെളിപ്പെടുത്തി ദൈവം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. സ്തോത്ര. അരാരാത്തു പർവ്വതത്തിൽ പെട്ടകത്തെ ഉറപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് ചിലതിനെ ഉറപ്പിക്കാൻ പോകുക. യോനയെ, നീ ദൈവത്തിൻ്റെ സന്ദേശം പ്രാപിച്ചിട്ട് തർശീശിലേക്ക് പോയി മറഞ്ഞിരിക്കാൻ നോക്കണ്ട. ആമേൻ സ്തോത്ര. നിന്നെ എത്തുന്നിടത്ത് എത്തിച്ചിട്ട് നിന്നെ കൊണ്ടൊരു ദൂത് കർത്താവിന് പറയിപ്പിക്കാനുണ്ട്. 1,20,000 പേര് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ഒരു സന്ദേശം ഈ പകലിലും കർത്താവ് പറയുന്നു. വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, ഉപ്പായിട്ട് നമ്മൾ നിലകൊണ്ടാൽ, മലമേലിരിക്കുന്ന പട്ടണത്തെ മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഈ പകലിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ഏത് ശാപത്തിൻ്റെ ശക്തികളാകട്ടെ, ഏത് പാപത്തിൻ്റെ ശക്തികളാകട്ടെ, നിന്നെ മറച്ചു പിടിക്കുന്ന ഒത്തിരി ഇരുട്ടിൻ്റെ ശക്തികളാകട്ടെ, ആമേൻ അതിൻ്റെ മേൽ ഇന്ന് പകലിൽ കർത്താവ് ജയം തരാൻ പോകുക. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുക. അതിനു മുമ്പ് ആമേൻ 1 മിനിറ്റ് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചോ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ മറച്ചു പിടിക്കുന്ന ഏതെല്ലാം ശക്തികളുണ്ടോ, ഏതെല്ലാം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളുണ്ടോ, ആമേൻ ഒരു പട്ടണത്തിനകത്ത്, ഒരു വീട്ടിനകത്ത്, ആമേൻ ഒരു ദേശത്തിനകത്ത് നിന്നെ ഒതുക്കി വെച്ച് മറച്ചു പിടിക്കുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളെ നോക്കിക്കൊണ്ട് ഈ വചന ശുശ്രൂഷയെ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഏതു വിഷയത്തിനകത്ത് നിന്നെ തളച്ചിട്ടോ ആ വിഷയം ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ശാപങ്ങൾ മാറട്ടെ, പാപത്തിൻ്റെ ശക്തികൾ മാറട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പകലിൽ നീ ജയം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഇന്നലകളിൽ ഇത്ര വലിയ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവം അവൻ ഇന്നും വിടുവിക്കുന്ന ദൈവമാ, അവൻ മേലാലും വിടുവിക്കുന്ന ദൈവമാ. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട സകല ആൾക്കാരെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ചെയ്യണം. ആരെങ്കിലും മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും പിശാച് മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നിയോഗവും ദൈവത്തിൻ്റെ പദ്ധതികളോ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോ അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.
ആശ്രയം, എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം, എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൻശക്തിയാലെ നിത്യവും, വിൻശക്തിയാലെ നിത്യവും. ലോകത്തിലേകയാശ്രയം, എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം, എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നേ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നേ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവനാവതിനി, ഹല്ലേലൂയ, മാറുവനാവതിനി. മാറായുണ്ടീ മരുവതിൽ സാരമില്ല, മാറായി നാഥനാമേശു. മാറായുണ്ടീ മരുവതിൽ സാരമില്ല, മാറായി നാഥനാമേശു. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറാ മധുരമാക്കിയിടും, മാറാ മധുരമാക്കിയിടും. വിശ്വാസക്കപ്പൽ, വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും. വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ. ലോകത്തിലേകയാശ്രയം, എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം, എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും